എന്റെ പേര് ഫാത്തിമ ഹർഷ എന്നാണ്. ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല ഞാനൊരു മേക്കപ്പ് സൈഡൊക്കെ തിരിയുന്നു. പണ്ടൊക്കെ ഇങ്ങനെ വീഡിയോസ് ഒക്കെ മേക്കപ്പിന്റെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്റ്റക്ക് ആവും. കാരണം അവരാ കളേഴ്സ് വെച്ചിട്ട് സ്മഡ്ജ് ചെയ്യുമ്പോഴുള്ള അതെങ്ങനെയാ, ഞാൻ പെയിന്റിംഗ് ആണ് ചെയ്യണത്, പക്ഷെ എങ്കിൽ കൂടി ഒരു സ്കിന്നിൽ ചെയ്യുമ്പോൾ അതെങ്ങനെയാണുള്ള ഒരു സാധനം ഇങ്ങനെ ചിന്തിക്കലുണ്ട്. ഇപ്പൊ ഒറ്റ യൂസുള്ള സാധനം കൊണ്ട് ഞാനൊരു അതിനെ കൂടെ ഒരു 3 കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. അങ്ങനെയൊക്കെ ചെയ്തിട്ട് നിൽക്കുമായിരുന്നു. അങ്ങനെ ഈ ഓരോ വർക്ക് വന്നു തുടങ്ങി. വർക്ക് വന്ന് അതിൽ നിന്ന് എമൗണ്ട് കിട്ടി തുടങ്ങി. അതിൽ നിന്ന് എന്റെ പ്രോഡക്ട്സ് അപ്ഡേറ്റ് ചെയ്യാൻ തുടങ്ങി. മാറ്റി കൊണ്ടുവന്നു. ഹെവി മേക്കപ്പ് വേണമെന്ന് എൻ്റെ അടുത്ത് പറയുകയാണെങ്കിലും എനിക്ക് ചെയ്യാൻ ഇഷ്ടം എൻ്റെ ഒരു രീതിയുണ്ട്. രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. ഭയങ്കര ന്യൂഡായിട്ട് മിനിമലായിട്ട് ചെയ്യാനാണ് ഇഷ്ടം. കുറെ ഇട്ട രീതിയിൽ ചെയ്യണത് ഇഷ്ടമല്ല. ഞാനത് പറയും. ഹായ്, കാജുവലിൽ ഇന്ന് അതിഥി ഹർഷ പാത്തു ആണ്. ആരാണ് അപ്പോൾ ഈ ഹർഷ പാത്തു എന്നല്ലേ? പേരിൽ ഒരുപാട് പേർക്ക് അറിയായിരിക്കും ഹർഷ പാത്തു ആരാണെന്നുള്ളത്. കാരണം അതേ പേരിൽ, ഈ പേരിൽ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 355K ഫോളോവേഴ്സ് ഉള്ള ഒരാളെ കാണാം. അപ്പോൾ അയാളാണ് ഇന്ന് നമ്മുടെ അതിഥി. എന്തിനാണ് ഹർഷ പാത്തു നമ്മുടെ മുന്നിൽ നിന്നുള്ളത്, അപ്പോൾ എന്തിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നതൊക്കെ നേരിട്ട് തന്നെ ചോദിക്കാം. ഹായ് ഹർഷ. അപ്പോൾ ഒരുപാട് പേര് ഫോളോ ചെയ്യുന്ന ആളാണ്. ഒരു എന്താ പറയുക, ഒരു ഇൻസ്റ്റാ സ്റ്റാറാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ കണ്ടു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, ഇല്ലുസ്ട്രേറ്ററാണ്, ഹെന്ന ആർട്ടിസ്റ്റാണ്, അങ്ങനെ കുറേ പ്രൊഫൈലുണ്ട്. അപ്പോൾ ഹർഷ എന്താണെന്ന് ഹർഷ പറ. ഇതെല്ലാം ആണെന്ന് പറഞ്ഞ് കേൾക്കാൻ തന്നെയാണ് എനിക്ക് ഇഷ്ടം. ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞ് കേൾക്കാൻ തന്നെയാണ് ഇഷ്ടം. ഓക്കെ. മാത്രമല്ല അതിനകത്തുണ്ട് ഫൈൻ ആർട്സ് ആണ് പഠിച്ചത്. അപ്പം നമ്മുടെ ഈ പറയുന്ന പോലെ കരിയറിലെ ഒരു ലക്ഷ്യം തന്നെ പറയാം, ഒരുപാട് സ്ട്രീംസിനെ പരിചയപ്പെടുത്തുക, അതിൻ്റെ സാധ്യതകളെ കുറിച്ച് പറയുക ഒക്കെയാണ്. കാരണം നമ്മൾ ഇതുവരെ ടച്ച് ചെയ്യാത്തൊരു സ്ട്രീമാണ് ഫൈൻ ആർട്സ്. അപ്പം ഒരുപാട് പേര് ഇപ്പം ഇപ്പോഴത്തെ കാലത്തൊക്കെ ഈ ഫൈൻ ആർട്സ് ഒക്കെ പഠിച്ചുള്ള കാര്യമുണ്ടോ, കുറേ നാളായിട്ട് കേൾക്കുന്ന ചോദ്യമാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ ഒരുപാട് എന്താണ് പറയുക, പ്രൊഫഷണൽ കോഴ്സിലൊരു മേളം തന്നെയാണ്. ആ സമയത്ത് ഫൈൻ ആർട്സ് പോലുള്ളൊരു ബിരുദം അത് എടുക്കുക, അതിനകത്ത് എന്താണ് ഉള്ളത്, അതിനകത്ത് എന്താണ് ഇനി മുന്നോട്ട് പോകാനുള്ളത് എന്ന് കുറേ രക്ഷിതാക്കളും കുട്ടികളെങ്കിലും ഇപ്പോൾ +2 കഴിഞ്ഞ് നിൽക്കുന്ന ആൾക്കാരെ ഇനി എന്ത് എന്ന് ചോദിച്ച് നിൽക്കുന്ന സമയമാണ് ഇപ്പോൾ. അപ്പോൾ അവരോട് എന്താണ് ആദ്യം പറയാനുള്ളത്, അതും തുടങ്ങാം. ഞാൻ ഞാൻ പഠിച്ച സ്ഥലം പറയാം. ഞാൻ തൃശ്ശൂർ ഫൈൻ ആർട്സ് കോളേജിലാണ് പഠിച്ചത്. ഞാൻ അവിടെ പെയിന്റിംഗ് ആയിരുന്നു സ്പെഷ്യലൈസ് ചെയ്തത്. അവിടെ 3 ഡിപ്പാർട്ട്മെന്റ് വരുന്നുണ്ട്: പെയിന്റിങ്, സ്കൾപ്ചർ, അപ്ലൈഡ് ആർട്ട്. ഇതിൽ അപ്ലൈഡ് ആർട്ട് കുറച്ചും കൂടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലുള്ള ഒരു മേഖലയാണ്. അതിലിപ്പോൾ ഫിലിം ഇൻഡസ്ട്രിയിൽ ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ, പിന്നെ അഡ്വർടൈസിങ് ഏജൻസി, അങ്ങനെ കുറേ ഇല്ലുസ്ട്രേഷൻ, അങ്ങനെ കുറേ ഓപ്പർച്യൂണിറ്റി കിടക്കുന്നത് അപ്ലൈഡ് ആർട്ടിലായിരുന്നു. പക്ഷെ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം ഹാൻഡ് വർക്ക് ചെയ്യാനാണ്. അത് ഞാൻ പെയിന്റിങ് എടുത്തത്. അപ്പോൾ പെയിന്റിങ് അങ്ങനെ ഇപ്പോൾ ചൂസ് ചെയ്യുക, ഈ കോഴ്സ് ചൂസ് ചെയ്യുക, ഇപ്പം രക്ഷിതാക്കൾക്ക് എല്ലാം ഡൗട്ടാണല്ലോ. ഇപ്പം ഏറ്റവും ആദ്യം ഇപ്പോഴല്ല, ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട്. നേരത്തെ ഹർഷ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു ആൾക്കാരൊക്കെ ചിന്ത ഒക്കെ മാറി തുടങ്ങി. എന്നാലും ഒരു കാലഘട്ടത്തിലൊക്കെ +2 കഴിഞ്ഞാൽ അടുത്തത് മെഡിക്കൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എന്നൊക്കെ ഒരുപാട് മാറി. അപ്പം വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പം ഹർഷ ചെറുപ്പം തൊട്ട് ഒരു പക്ഷേ വരയ്ക്കുന്നതൊക്കെ ഉള്ള കഴിവൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പം +2 കഴിഞ്ഞിട്ട് എനിക്കിത് വേണം, ഞാൻ ഇത് പഠിച്ചോളാം എന്ന് പറയുമ്പോൾ വീട്ടിൽ നിന്ന് സ്വാഭാവികമായിട്ടും എന്തായിരുന്നു റെസ്പോൺസ്? എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ആർട്ടിനോടായിരുന്നു എപ്പോഴും ഇഷ്ടം ഉണ്ടായിരുന്നത്. ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന മാഗസീനിൽ വരയ്ക്കുക, അതേപോലെ ഡ്രോയിങ് കോമ്പറ്റീഷൻസിന് പോവുക, എനിക്കെപ്പോഴും ഈ ആർട്ട് റിലേറ്റഡ് സംഭവങ്ങളോടായിരുന്നു ഇഷ്ടം. അപ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിലും അവരിങ്ങോട്ട് പറയും, നീ പഠിക്കുകയാണെങ്കിൽ നീ ഇത് എടുക്കുമായിരിക്കും നല്ലത്, നീ ഇഷ്ടത്തോടെ നിനക്ക് ചെയ്യാൻ പറ്റും, അവരും ഒരു സപ്പോർട്ട്. പക്ഷെ വീട്ടിൽ നിന്ന് എനിക്ക് സപ്പോർട്ട് ഭയങ്കര കുറവായിരുന്നു. എനിക്ക് ആകെ എൻ്റെ ഉമ്മ തന്നെയായിരുന്നു ഫ്യൂച്ചറിനെ കുറിച്ച് അല്ലേ, ഇതൊക്കെ പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കും. അത് ഉപ്പ എൻ്റെ അടുത്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എൻ്റെ ഉപ്പ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അന്ന് ഉപ്പാന്റെ മൈൻഡിൽ ഈ വരക്കുക, അങ്ങനെ കോളേജിൽ പോകുക, അതൊക്കെ ഭ്രാന്തന്മാരിരിക്കണ കോഴ്സ്, അങ്ങനത്തെ ഒരു മൈൻഡ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഒരുപാട് മാറ്റം ഉണ്ട് കേട്ടോ. അത് മാറ്റി കാണിക്കാൻ എനിക്ക് കഴിഞ്ഞു. അപ്പൊ ഉമ്മ മാത്രമേ സപ്പോർട്ട് ഉണ്ടായിരുന്നുള്ളൂ. ഉമ്മ ആയിരുന്നു സ്കൂളായിട്ടുള്ള ഒരു ടീച്ചേഴ്സിനായിട്ട് കുറച്ചും കൂടെ കണക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ കൂടെ നിന്ന് ആ ഒരു വെൽത്തിൽ ഞാനും സ്ട്രോങ് ആയി നിന്ന് കോളേജിലേക്ക് ചേരാൻ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് കുറച്ച് എൻട്രൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഭാഗ്യം കൂടി കിട്ടാനും ഭയങ്കര ടാസ്ക് ആയിരുന്നു. കാരണം ഇപ്പൊ 1500 പേരൊക്കെ എക്സാം എഴുതുന്നുണ്ടെങ്കിൽ പോലും അതിൽ ആകെ 123 പേരെ ഒരു വർഷം സെലക്ട് ചെയ്യുള്ളൂ. അതിലിപ്പം തൃശ്ശൂർ കോളേജിലാണെങ്കിൽ 40 പേരെ സെലക്ട് ചെയ്യുള്ളൂ. അപ്പൊ അതിലൊരാളായിട്ട് കിട്ടാന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് ആയിരുന്നു. പക്ഷെ എൻട്രൻസ് ഒരു 1 വീക്കുള്ള എൻട്രൻസ് എക്സാം ആണോ? അതിനെ കുറിച്ച് പറയണം, അത് അറിയാൻ ആൾക്കാർക്ക് താല്പര്യം. ഭയങ്കര ഡിഫറെന്റ് ആണ്. +2 കഴിഞ്ഞിട്ട് അല്ലേ? +2 കഴിഞ്ഞിട്ട്. അതിപ്പോ അതിന്റെ വയസ്സൊരു പ്രശ്നമല്ല, ഏത് ഏജിലുള്ള ആൾക്കാർക്ക് വേണമെങ്കിലും നമുക്ക്
ഇഷ്ടമുണ്ടെങ്കിൽ ഏജ് ഒരു ബാരിയർ അല്ല. ബേസിക്കലി +2 ആണ് അതിന്റെ ക്വാളിഫിക്കേഷൻ അല്ലേ? അതുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ. അത് ഓരോ ദിവസവും ഓരോ എക്സാം ആണ്. ഒരു ദിവസം ചിലപ്പോൾ പോർട്രേറ്റ് ആയിരിക്കും. അത് ഈ 1500 എത്ര പേരാണ് അപ്ലൈ ചെയ്യുന്നത്? എത്ര പേരാണെങ്കിലും അതിൽ 123 പേര് സെലക്ട് ചെയ്യും. ഓക്കെ. അത് ഈ പ്രോസസ്സിലൂടെ പോകണം. ഈ പറയുന്ന 1 വീക്ക് എക്സാം ഉണ്ട്. 1 വീക്ക് എക്സാം ഉണ്ട്. അതിൽ നിന്ന് സെലക്ട് ആയിട്ട് പിന്നെ 2 മറ്റേ ഇന്റർവ്യൂ എക്സാം ഉണ്ട്. ശരി. അപ്പോൾ അതിലിങ്ങനെ ഓരോ ദിവസം ഇപ്പൊ ഒരു ദിവസം നേച്ചർ സ്റ്റഡി, ഒരു ദിവസം പോർട്രേറ്റ്, ഒരു ദിവസം കോമ്പിനേഷൻ, അങ്ങനെ പല കാറ്റഗറി ആയിട്ട് ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ 121 പേരിൽ ഒരാളാവുന്നത് അല്ലേ? അതിൽ സ്കൾപ്ചറിങ്ങും എല്ലാം ഉണ്ട്. ഞാനൊക്കെ അന്നായിരുന്നു കളിമണ്ണൊക്കെ കൈയിട്ട് അങ്ങനെ ഒരു വർക്ക് ചെയ്യാനായിട്ട് തോന്നുന്നത്. പക്ഷെ കിട്ടി ഭാഗ്യം കൊണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അപ്പൊ അന്ന് പഠിച്ച കാര്യങ്ങൾ പിന്നീട് ഇപ്പം അത് നമുക്ക് പിന്നീട് വരാം. എങ്കിലും ആദ്യം പ്രൊഫഷനിലേക്ക് വരാം. ഇപ്പോൾ ഒരു പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, ഹെന്ന ആർട്ടിസ്റ്റാണ്. ഇലിസ്ട്രേഷൻസ് പിന്നെ മുമ്പേ ഉണ്ട്, ഒരു ഭാഗത്ത് അതിങ്ങനെ പോകുന്നുണ്ട്. അപ്പം പിന്നീട് പ്രൊഫഷണലി അതിനെ ഒന്നുകൂടെ ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്യാൻ പിന്നീട് ഹർഷ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഈ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം സ്വന്തമായിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി പഠിക്കുകയോ? ഇപ്പൊ മേക്കപ്പ് ഒക്കെ പഠിക്കേണ്ട ഒരു സംഭവമാണ്. അങ്ങനെ അതിനെക്കുറിച്ച്. ഓക്കെ, ഞാൻ ഫൈൻ ആർട്സ് കഴിഞ്ഞു. എന്നിട്ട് ഞാൻ ഇലുസ്ട്രേഷൻ ഒരു ഏജൻസിയിൽ ഇലുസ്ട്രേറ്റ് ആയിട്ട് വർക്ക് ചെയ്തു. അതായത് 3 ഇയർ കോഴ്സ് അല്ലേ ഇത്? ഈ ഫൈൻ ആർട്സ് 4 ഇയേഴ്സ് കോഴ്സ്. പക്ഷെ അന്ന് കൊറോണയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ 5 ഇയേഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്കൊരു പ്രഷറുള്ള ഇതായിരുന്നില്ല. നമുക്ക് ഫുള്ള് ഇത്ര പീരീഡ് അങ്ങനെ ഒന്നല്ല, ഫുൾ ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. ഓക്കെ, ഞാൻ പഠിച്ചിറങ്ങി. എന്നിട്ട് ഒരു ഏജൻസിയിൽ വർക്കിന് കയറിയപ്പോൾ നമുക്ക് ആ കോളേജിൽ അത്രയും ഫ്രീഡത്തിൽ പഠിച്ച് വളർന്ന് ആർട്ടിന് ഒക്കെ അത്രയും സ്പേസ് നമുക്കുണ്ടായിരുന്നു, ക്രിയേറ്റീവ് സൈഡിൽ നിന്നാണെങ്കിലും. പക്ഷെ ഒരു വർക്കിന് കയറിയ സമയത്ത് കുറച്ച് പ്രഷറായി തുടങ്ങി. നമ്മുടെ മുകളിൽ ഒരാളിന്ന് നമ്മുടെ ഇഷ്ടങ്ങൾ ഉണ്ടാവും, ഒരു വർക്ക് എങ്ങനെ ചെയ്യണം, അപ്പൊ നമ്മളെ ഹെഡ് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം പറയുമ്പോ എന്തോ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിരുന്നു. പക്ഷെ ഇഷ്ടത്തോടെ വീട്ടിലെ വാശിയൊക്കെ ആയി അങ്ങനെ എടുത്തൊരു കോഴ്സ്. എന്നിട്ട് വർക്ക് ചെയ്യണ സമയത്ത് അത്ര ആ ഒരു ഹാപ്പിനെസ് കിട്ടാത്ത ഫീൽ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എന്റെ ഇഷ്ടങ്ങൾ എന്ന് പറയുമ്പോ ഒരു സ്ഥലത്ത് ഒതുങ്ങി നിന്ന് വർക്ക് ചെയ്യുന്ന ഒരു അങ്ങനെ ഇഷ്ടമുള്ള അഡ്വർടൈസിംഗ്. അപ്പൊ ഇലിസ്ട്രേഷൻസ് ചെയ്തത് സോഫ്റ്റ്വെയർ ആണോ അല്ല പ്രോക്രിയേറ്റ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ. അപ്പൊ അത് പഠിച്ചിട്ടുണ്ടോ അവിടെ ഈ കോഴ്സ്? ഫൈൻ ആർട്സിൽ ഞാൻ പഠിച്ച പെയിന്റിംഗ് ആയിരുന്നു. പക്ഷെ ഞാൻ ഒരു ഡിജിറ്റൽ, എനിക്ക് അതും കൂടെ പഠിക്കണം. അത് ഞാൻ സ്വന്തമായിട്ട് പഠിച്ചെടുത്തു. കുറച്ച് ഫ്രണ്ട്സിന്റെ കൂടെ ഹെൽപ്പില് ഞാൻ പഠിച്ചെടുത്ത് അങ്ങനെ കയറിയതായിരുന്നു. അങ്ങനെ ജോബ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്റേതായിട്ട് ക്രിയേറ്റീവായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ അവിടുന്ന് ജോലി രാജിവെക്കാന്ന് വിചാരിച്ചു. ഇറങ്ങുമ്പോ ഒന്നും മൈൻഡിലില്ല. പക്ഷെ എനിക്കൊരു ധൈര്യം ഉണ്ട്, എന്റെ കയ്യിൽ ആർട്ട് ഉണ്ട്, എനിക്ക് നിൽക്കാൻ പറ്റുള്ള ഒരു ധൈര്യം എനിക്കുണ്ട്. അതിന്റെ മുന്നൊരു സാധനം ചോദിക്കട്ടെ. അതായത് കോഴ്സ് പഠിച്ചിറങ്ങി, 4 ഇയേഴ്സ് കോഴ്സ് പഠിച്ചിറങ്ങി. വീട്ടിൽ ഈ പറയുന്ന പോലെ ഫാദറിനൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു ആദ്യം. പഠിച്ചിറങ്ങിയ ശേഷം ഒരു ജോലി പെട്ടെന്ന് കിട്ടിയോ? ഈ പറയുന്ന ഇലിസ്ട്രേഷനിലേക്ക് പെട്ടെന്ന് പോകാൻ പറ്റുമോ? ഇലിസ്ട്രേറ്റർ ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുമോ പെട്ടെന്ന്? ഈ കോഴ്സ് കഴിഞ്ഞിട്ട് ജോബ് എന്തായാലും കൺവിൻസിംഗ് ആയോ ഫാമിലി? പക്ഷെ എന്നാലും കുറച്ചിങ്ങനെ ഓർത്തഡോക്സ് ഫാമിലി ആയതുകൊണ്ട് വിടാനും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഭാഷയ്ക്ക് മനസ്സിലായി, അതായത് ഇത് പഠിച്ചിറങ്ങിയ ജോലി ഉണ്ട്. അത് ഒരു ടാലന്റഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ എങ്ങനെയും എന്തെങ്കിലും എവിടെയെങ്കിലും എത്തിപ്പെടും. അവിടുന്ന് ക്വിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. പിന്നെ എനിക്ക് പേടിയൊന്നും ഉണ്ടായില്ല. ഞാനിപ്പോ 8th തൊട്ടിട്ട് എന്നെ ഞാൻ തന്നെയായിരുന്നു നോക്കിയിരുന്നത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, എന്റെ കയ്യിലുള്ള ആർട്ട് വെച്ചിട്ട് തന്നെയായിരുന്നു. ഞാൻ പണ്ട് മെഹന്തി ഇടുമായിരുന്നു. അപ്പൊ ഈ ബ്രൈഡ്സിനൊക്കെ പണ്ട് മെഹന്തി ആയിരുന്നു ഇട്ടുകൊടുത്തിരുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന പോക്കറ്റ് മണി, പിന്നെ കുട്ടികൾക്ക് ഡ്രോയിങ്, ഓരോ സ്കൂളിൽ പോയിട്ട് ക്ലാസ്സിലുള്ള സമയത്ത് തന്നെ ഞാൻ ക്ലാസ് കട്ട് ചെയ്ത് കുട്ടികളെ പോയിട്ട് പഠിപ്പിച്ചിടും, സ്കൂളിലൊക്കെ പോയിട്ട്. അതൊക്കെ ആയിരുന്നു എന്റെ പോക്കറ്റ് മണി. ഞാൻ സ്റ്റെക്ക് ആവില്ല എന്നുള്ളൊരു ധൈര്യം എനിക്കുണ്ടായിരുന്നു. അത് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ് കുറെ ആൾക്കാർക്ക് അല്ലെ? നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക. 4 വർഷം പഠിപ്പ്. പിന്നെ ഗവൺമെന്റ് കോളേജ് ആയിരുന്നുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും. ഫീസും കാര്യങ്ങളൊക്കെ, എന്റെ ഫുഡ്, ഹോസ്റ്റൽ ഫീ, മെറ്റീരിയൽസ് ആണെങ്കിൽ അവർ ഇങ്ങോട്ട് തരും. ആ സമയത്തുള്ള മെമ്മറീസ് ഈ പറഞ്ഞ കുറച്ചും കൂടെ നമ്മളെന്താ കോളേജിലൊക്കെ പറയുന്നത് നമുക്ക് കുറച്ചും കൂടെ എക്സ്പോഷർ കിട്ടും. നമ്മുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ എല്ലാവരും ആർട്ട് റിലേറ്റഡ് ആണ്. അപ്പൊ അവർക്കിടയിലൊക്കെ ഈ പറയുന്ന പോലെ അവർക്ക് വരച്ചു കൊടുക്കുക, ഇലിസ്ട്രേഷൻസ് ചെയ്ത് കൊടുക്കുക, അതൊക്കെ ചെയ്യണ്ടായിരുന്നു. നമുക്കറിയാം നമ്മളെ ഇൻസ്റ്റാ അകത്ത് വന്നു കഴിഞ്ഞാൽ കുറേ ആൾക്കാരുടെ പടങ്ങൾ അല്ലേ, എന്നും ഒരു ഡയറി കയ്യിൽ കരുതും അല്ലേ, കുഞ്ഞു ഡയറി. അതിനകത്താണ് ഇപ്പോഴത്തെ പരിപാടികളെല്ലാം.
കാണുന്ന ആൾക്കാരെയൊക്കെ മുഖങ്ങൾ വരയ്ക്കാനാണ് ഇഷ്ടം അതെ, അല്ലെ? ഫേസസ് ആണ് എനിക്ക് കുറച്ചുകൂടെ ക്യാരക്ടേഴ്സ് വരയ്ക്കാനാണ് ഇഷ്ടം, താല്പര്യം. ഓക്കെ, കണ്ടിന്യൂ. അതിനുശേഷം ജോബ് കിട്ടിയത് ഞാനിങ്ങനെ എനിക്കിങ്ങനെ വർക്ക് ഉണ്ടായിരുന്നു. പിന്നെ പെയിന്റിങ് പഠിച്ചുകൊണ്ട് തന്നെ വോൾ ആർട്ട്, ഞങ്ങളൊരു ഫ്രണ്ട്സ് ഗ്യാങ് ഉണ്ട്, നമ്മൾ വോൾ ആർട്ട് ചെയ്തിരുന്നത്, ചെറിയ ഇവന്റ്സ് പരിപാടികളൊക്കെ ചെയ്തിരുന്നത്. പിന്നെ അനിയത്തിന്റെ വെഡിങ് വന്നു. അപ്പോൾ ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല ഞാനൊരു മേക്കപ്പ് സൈഡിലേക്ക് തിരിയുന്നു. പണ്ടൊക്കെ ഇങ്ങനെ മേക്കപ്പിന്റെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് സ്റ്റക്ക് ആവും. കാരണം അവരാ കളേഴ്സ് വെച്ചിട്ട് സ്മഡ്ജ് ചെയ്യുമ്പോഴുള്ള അതെങ്ങനെയാ, ഞാൻ പെയിന്റിങ് ആണ് ചെയ്യുന്നത്, പക്ഷെ എങ്കിൽ കൂടി അവർ സ്കിന്നിൽ ചെയ്യുമ്പോൾ അതെങ്ങനെയാണുള്ള ഒരു സാധനം ഇങ്ങനെ ചിന്തിക്കലുണ്ട്. എന്നുവെച്ചാൽ എന്തുകൊണ്ട് എനിക്ക് പഠിച്ചുകൂടാ, ഒന്ന് പഠിച്ചു നോക്കാനുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു. ഞാൻ അനിയത്തിന്റെ വെഡിങ് വന്നപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, എന്തായാലും പുറത്തുനിന്ന് ഒരാളെ വിളിക്കണം, ആ എമൗണ്ട് കൊണ്ട് എനിക്കൊന്ന് പഠിച്ചുകൂടെ എന്ന് ചിന്തിച്ചു. അങ്ങനെ ഞാൻ ഏറ്റവും കുറഞ്ഞ ചെലവിൽ എവിടെ പഠിക്കാൻ പറ്റുമെന്നൊക്കെ ഞാൻ കുറെ സെർച്ച് ചെയ്ത്. അപ്പൊ ഞാൻ എറണാകുളത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു, IFB എന്ന് പറഞ്ഞിട്ട്, അവരെ കോണ്ടാക്ട് ചെയ്തു. അപ്പൊ അവളെ വെഡിങ്ങിന് കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ, അത് 3 month കോഴ്സ് ആയിരുന്നു. എനിക്കത് 1 month കൊണ്ട് പഠിക്കാൻ പറ്റുമോ ചോദിച്ചു. ഓക്കെ നിങ്ങൾ പോരെന്ന് പറഞ്ഞു. ഞാൻ പോയി പഠിച്ചു. എനിക്ക് കുറച്ചുകൂടെ സ്കിന്ന് അവിടെ എനിക്ക് പ്രൊഡക്റ്റ് നോളജ് കുറച്ച് കുറവായിരുന്നു. പക്ഷെ എനിക്ക് അവിടുന്ന് പോയിട്ട് സ്കിൻ എന്താ എന്നുള്ള കാര്യം പഠിക്കാൻ പറ്റി, സ്കിന്നിനെ പറ്റിയിട്ട് പഠിക്കാൻ പറ്റി. അങ്ങനെ ഞാൻ ഫസ്റ്റ് എന്റെ അനിയത്തിന്റെ വർക്ക് ചെയ്ത്. അപ്പൊ അവിടെയാണ് ഒരു ചേഞ്ച് വരുന്നത് അല്ലെ? അതുവരെ ഉണ്ടായിരുന്ന ഒരു ഹർഷ പാത്തു മാറുന്നത് അവിടെ നിന്നാണ് അല്ലെ? നമ്മുടെ പേപ്പർ ആയിരുന്നു നമ്മുടെ മെയിൻ ക്യാൻവാസ്, അതിൽ നിന്ന് മാറുകയാണെന്ന് ആ ഒരു ചേഞ്ച് ആ സമയത്താണ് അല്ലെ? ആ ഡിഫറൻസ് പെട്ടെന്ന് അത് പഠിക്കാൻ പറ്റിയോ? സ്കിൻ ഈസ് വെരി ഡിഫറെന്റ് അല്ലേ? പല ടൈപ്പ് ഓഫ് സ്കിൻ ഉണ്ട്. നമ്മൾ കുറച്ച് ഇങ്ങനെ ബയോളജി ഒക്കെ പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന ഒരു ഫീൽ ആയിരുന്നു. അതേ ആ ലെയറും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ടായിരുന്നു. ഇപ്പൊ ഓയിലി സ്കിൻ ഉണ്ടാവും, ഡ്രൈ സ്കിൻ ഉണ്ടാവും. അപ്പൊ അതിനൊക്കെ പറ്റിയിട്ട് ഞാൻ ഇങ്ങനെ പണ്ട് സ്കൂളിൽ പഠിച്ച പോലെ ആ ഒരു ഫീലിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് കുഴപ്പമില്ല, അത് പെട്ടെന്ന് പഠിച്ചെടുത്തു. എനിക്ക് കുറച്ചുകൂടി ഈസി ആയിരുന്നു കളറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അത് ചെയ്തു. അനിയത്തിന്റെ വർക്കാണ് ഞാൻ ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് രഹി. അവളെ വെഡിങ്ങിന് അവള് ഒന്നും ആലോചിച്ചില്ല, അവളെ എന്നോട് പറയും നീ ചെയ്തോ. അപ്പൊ ഞാൻ പറഞ്ഞ അവളെ അടുത്ത് ഞാൻ ജസ്റ്റ് അനിയത്തിന്റെ ചെയ്തോളൂ, ഞാൻ അത്ര ഇതില്ല. പക്ഷെ അവള് ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു. അപ്പൊ പിന്നെ ഞാൻ അവളെ വർക്ക് ചെയ്തു. അവളെ വർക്ക് ചെയ്തിട്ട് പിന്നെ അവളുടെ കസിൻസ്, ഫ്രണ്ട്സ്, ഞാൻ ഒരിക്കലും ഇതൊരു വർക്കായിട്ട് എടുക്കണമെന്ന് എന്റെ മൈൻഡിലേ ഉണ്ടായിരുന്നു. പ്രൊഫഷണൽ ആയിട്ട് കാണാൻ ആലോചിച്ചിട്ടില്ല. ഞാനിങ്ങനെ ഇഷ്ടമുണ്ടായിരുന്നു ചെയ്യാന്. പക്ഷെ ഇങ്ങനെ വന്നു തുടങ്ങിയപ്പോ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ചെയ്തുകൂടാ. പക്ഷെ എന്റെ കയ്യിൽ പ്രൊഡക്ട്സ് ഭയങ്കര കുറവായിരുന്നു. ഞാൻ ചെറിയ എമൗണ്ടിനാണ് ഞാൻ പ്രൊഡക്ട്സ് വാങ്ങിയതും ചെയ്തതെല്ലാം. അങ്ങനെ കുറച്ച് സാധനങ്ങൾ കൊണ്ട്, ഇപ്പൊ ഒറ്റ യൂസുള്ള സാധനം കൊണ്ട് ഞാനൊരു അതിനെ കൊണ്ട് ഒരു 3 കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. അങ്ങനെയൊക്കെ ചെയ്തിട്ട് നിൽക്കുമായിരുന്നു. അങ്ങനെ ഈ ഓരോ വർക്ക് വന്ന് അതിൽ നിന്ന് എമൗണ്ട് കിട്ടി തുടങ്ങി. അതിൽ നിന്ന് എൻ്റെ പ്രൊഡക്ട്സ് അപ്ഡേറ്റ് ചെയ്യാൻ തുടങ്ങി. മാറ്റി കൊണ്ടുവന്ന് പ്രൊഡക്റ്റ് മാറ്റുന്നതിലും വർക്കിന് നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോരോ വർക്ക് ചെയ്തു വരുമ്പോ പല സ്കിന്ന്, ഇപ്പൊ ഒരേ സ്കിന്നായിരിക്കില്ല, പല സ്കിന്ന്, ഓരോന്നും ചെയ്ത് തന്നെ പഠിച്ചു മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഇപ്പം ഒരു സ്കിൻ കണ്ടു കഴിഞ്ഞാൽ ഇപ്പം എന്താണ് എന്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്താല് അതിപ്പോ അറിയാം അല്ലേ? ഇപ്പൊ എന്നെ കാണുമ്പോൾ എന്റെ സ്കിന്നിൽ എന്താണ് ഏറ്റവും ഓക്കെ ആവുക എന്ന് ഇപ്പം പറയാൻ പറ്റും. അങ്ങനെ ഒരു എക്സ്പെർട്ട് ആയിട്ട് മാറി അല്ലേ? അത് ഈ പറയുന്ന എക്സ്പീരിയൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ യൂസ് ചെയ്യാണെങ്കിൽ കൂടി, പക്ഷെ അത് ഓരോ സ്കിന്നിന്റെ അടുത്ത് വന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കാൻ ശരിക്കും പറ്റുന്നത്. അങ്ങനെ ഓരോ സ്കിന്നും കാര്യങ്ങളും എല്ലാം പയ്യെ പഠിച്ചു വന്നു. വർക്കിലൊക്കെ നല്ല ഡിഫറെന്റ് ഉണ്ടായി. പിന്നെ അപ്പൊ ഞാൻ നല്ല ഒരു പേജ് സ്റ്റാർട്ട് ചെയ്തു, ഹർഷ പാത്തു. എനിക്ക് ഓൾറെഡി ഉണ്ട്. പിന്നെ മേക്ക് ഓവർ ബൈ ഹർഷ പാത്തു. റിയൽ നെയിം പറ, അതുകൊണ്ട് പ്രഷർ ചെയ്യട്ടെ. എന്റെ പേര് ഫാത്തിമ ഹർഷ എന്നാണ്. തിരിച്ചിട്ടു. അങ്ങനെ വേറെ പേജ് തുടങ്ങി. പിന്നെ അതിൽ പോസ്റ്റുകൾ ഇട്ടു തുടങ്ങി. അങ്ങനെ പിന്നെ ഞാൻ അങ്ങനെ ഹെവി മേക്കപ്പ് എന്ന് പറയുമ്പോ ഒരേ മേക്കപ്പ് ഇടുകയെന്നുള്ളൊരു ആ ഒരു കോൺസെപ്റ്റ് എനിക്ക് ഇഷ്ടമില്ല. ഇപ്പൊ ഒരാളെ ഫേസ് ബ്രൈഡലൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് കോംപ്രമൈസ് ചെയ്യണ്ടേ? എനിക്ക് എപ്പോഴും എന്റേതായ രീതിയിൽ വർക്ക് ചെയ്യാനാണ് ഇഷ്ടം. ഞാൻ എന്റെ ഐഡന്റിറ്റിയിൽ മീൻസ് ഞാൻ ഭയങ്കര ഹെവി മേക്കപ്പ് ചെയ്യില്ല. ഒരാളെ ഫേസിന് എന്തൊക്കെയാണോ ഭംഗി, അവരെ എന്ത് ഫീച്ചേഴ്സ് ആണോ ഭംഗി, അതൊന്നും എൻഹാൻസ് ചെയ്യാൻ നിർത്താല്ലാതെ മേക്കപ്പ് ഇട്ട് എന്നുള്ളൊരു ഫീൽ അത് മനസ്സിലാവും. ഇപ്പൊ ഹർഷയ്ക്ക് ഇപ്പം ഒരു ബ്രൈഡിനെ ചെയ്യണം, അപ്പം അവരുടെ ഫേസിൽ എന്താണ് ഏറ്റവും അവരുടെ ഒരു സ്ട്രൈക്കിംഗ് എന്താണ് എന്ന് മനസ്സിലാവോ? ഫൈൻ ആർട്സിൽ പഠിച്ചിരുന്ന സമയത്ത് എനിക്ക് അതും ഇവിടെ ഹെൽപ്പ് ആയിട്ടുണ്ട്. കാരണം എനിക്ക്
അവിടെ ഒരു സബ്ജക്റ്റ് ആയിരുന്നു പോർട്രേറ്റ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയും. അപ്പൊ ഒരാൾ ഇതേപോലെ ഇങ്ങനെ ഇരുത്തി തരും, ഒരു 1 വീക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുത്തി തരും. അപ്പൊ നമ്മൾ ആളുടെ ഫുൾ ക്യാരക്ടർ ഫുൾ ഫീച്ചേഴ്സ് പഠിച്ച് നമ്മൾ അവരെ വരച്ചുകൊണ്ടിരിക്കുന്ന. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ലൈവ് പെയിന്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു. അപ്പോഴൊക്കെ ആണെങ്കിൽ പോലും ഒരാളെ കാണുമ്പോൾ ഞാൻ ആദ്യം ഒബ്സർവ് ചെയ്യുന്നത് അവരുടെ ഫീച്ചേഴ്സ് ആയിരിക്കും, ഓരോരോ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന എന്താണെന്നുള്ളത് അല്ലേ. അപ്പൊ എനിക്കൊരു ബ്രൈഡിനെ കാണുമ്പോൾ അത് ഈസിയാണ്. അപ്പൊ അങ്ങനെ ഭയങ്കര ന്യൂഡ് ആയിട്ട് അങ്ങനത്തെ മേക്കപ്പ് ചെയ്യല്. അപ്പൊ അത് കണ്ടിഷ്ടപ്പെടുന്നവരാണ് വരിക. അപ്പോ ഹെവി മേക്കപ്പ് വേണമെന്ന് എൻ്റെ അടുത്ത് പറയുകയാണെങ്കിലും എനിക്ക് ചെയ്യാൻ ഇഷ്ടം എൻ്റെ ഒരു രീതിയുണ്ട്, ആ രീതിയിലാണ് ഞാൻ ചെയ്യല്. ഭയങ്കര ന്യൂഡായിട്ട് മിനിമലായിട്ട് ചെയ്യാനാണ് ഇഷ്ടം. കുറെ ഇട്ട രീതിയിൽ ചെയ്യുന്നത് ഇഷ്ടമല്ല. ഞാനത് പറയും. എൻ്റെ അടുത്ത് വരുന്ന ബ്രൈഡ്സ് ആണെങ്കിലും അത് ഇഷ്ടമുള്ളവരായിരിക്കും. ഇപ്പൊ നമ്മളെ സംസാരിച്ചു തുടങ്ങിയപ്പോഴേ ഇപ്പൊ ഈ മേക്കപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഹർഷ ആള് മാറി, കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് പറയുന്നത്. അപ്പം എത്രമാത്രം അതിൽ ഫോക്കസ്ഡ് ആണ്, പാഷനേറ്റ് ആണെന്നുള്ളത് ഹർഷയുടെ ഫേസിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ നേരത്തെ കോഴ്സിനെ കുറിച്ച് പറഞ്ഞപ്പം ഇൻട്രസ്റ്റ് ഇല്ലാന്നല്ല, അത് പറഞ്ഞു, അത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് മാറി ഇലിസ്ട്രേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തിലെ ഫ്രസ്ട്രേഷൻസും ഒക്കെ പറഞ്ഞു, അത് വേറൊരാളായിരുന്നു. പിന്നെ അപ്പം നമുക്കൊന്ന് പോസ് ചെയ്യാം. അതായത് ഇപ്പം പ്രേക്ഷകരെ കണ്ടുകൊണ്ടിരിക്കുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും, ഇപ്പം തന്നെ കുറേ പ്രൊഫൈലുകളിലൂടെ ഇങ്ങനെ കടന്നുപോയി. നമ്മൾ പഠിച്ച കോഴ്സ് അത് നമുക്ക് എത്രമാത്രം ഹെൽപ്ഫുൾ ആയിരുന്നു, അതിനുശേഷം വർക്ക് ചെയ്ത് ഇലിസ്ട്രേറ്റർ ആയിരുന്നു. അന്ന് ആ സമയത്ത് ഹർഷ പറഞ്ഞതാണ്, അതായത് ഫൈൻ ആർട്സ് എടുത്ത് പഠിച്ചു കഴിഞ്ഞാലും ദർ ആർ ഓപ്പർച്യൂണിറ്റീസ് അല്ലേ, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ ഒരു കാലിബർ എന്താണോ, നമ്മൾക്ക് താല്പര്യം എന്താണോ, ഇപ്പം നമ്മളത് ഒരു ആർട്ടിസ്റ്റാണ്, നമുക്ക് ഡ്രോയിങ് ആണ് താല്പര്യമെങ്കിൽ ദർ ആർ കോഴ്സ്. ഇപ്പം ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ തന്നെ ഈ പറയുന്ന പോലെ കുറേ കോളേജസ് ഉണ്ട്, അവിടെ ഈ പറയുന്ന പോലെ കോഴ്സുകളുണ്ട്. ആ കോഴ്സിൽ പഠിച്ചിറങ്ങിയാൽ നിങ്ങളുടെ മുന്നിൽ ജോലിയുണ്ട്. അപ്പം വരയ്ക്കാനൊക്കെ പഠിച്ചാൽ എന്ത് ജോലി എന്ന് സംശയിച്ച് നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു വലിയ എക്സാമ്പിളാണ് ഹർഷ പാത്തു. പക്ഷേ ഹർഷയ്ക്ക് ഒന്നുകൂടെ മാറി താല്പര്യം തോന്നിയൊരു മേഖലയ്ക്ക് പിന്നീട് വരികയാണ് ചെയ്തത്. പക്ഷേ അതിലും കംപ്ലീറ്റ് സക്സസ്ഫുൾ ആണ്. മാത്രമല്ല നേരത്തെ പഠിച്ച കാര്യങ്ങളെല്ലാം ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരാളോടെയാണ്. ഇപ്പോഴും ഇപ്പോ കുറെ കാര്യങ്ങൾ പഠിച്ചെങ്കിൽ കൂടി ഇതെല്ലാം അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക, നമ്മുടെ ഓരോ കാര്യങ്ങൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക. ഞാൻ ഓരോ സമയത്തും ഇതെല്ലാം പഠിച്ചതിൽ കൂടി പിന്നെ ഞാൻ ഒരുപാട് കോഴ്സസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇന്നത് പഠിച്ചു കഴിഞ്ഞു കണ്ടത് അവിടെ ഇതാവുന്നില്ല, പിന്നെയും കുറെ ബാക്കിയേ ഇനിയുണ്ട്, അല്ല പിക്ചർ അഭിവ്യൂ ബാക്കിയെന്ന് പറയാ.